Dear students, good morning all. Last class we will discuss redemption of debenture in two methods. First method, lump sum method. Second one, annual drawings method. Now we will do sinking fund method. Third method. Fourth one, insurance policy method. Now we will sinking fund method and insurance policy method. Sinking fund method and fourth one, insurance policy method. Insurance policy method. ഈ രണ്ട് മെത്തേഡിന്റെ പ്രത്യേകത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഈ വർഷത്തെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ സിലബസ് ഡിഫൈൻ ചെയ്ത സമയത്ത് ഈ രണ്ട് പാർട്ടും പ്യൂർലി തിയറി മാത്രമേ ഉള്ളൂ. അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. എന്താണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്നുള്ളതും അതുപോലെ എന്താണ് ഒരു ഇൻഷുറൻസ് പോളിസി മെത്തേഡ് അണ്ടർ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. നമുക്ക് ഡിഫൈൻ ചെയ്യാം സിങ്കിങ് ഫണ്ട് മെത്തേഡ്. എന്താണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞത്? അപ്പോൾ നമ്മൾ പറഞ്ഞു പ്യൂർലി തിയറി മാത്രമാണ് ഒന്ന് ചോദിക്കാനുള്ളത്. എന്താണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനൊരു പിക്ചർ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ദാറ്റ് മീൻസ് കമ്പനീൻ്റെ കറണ്ട് ഇയറിലെ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ, ദെൻ സിങ്കിങ് ഫണ്ട്, then sinking fund investment. Sinking fund investment. Investment create interest. Clear? അപ്പോൾ കമ്പനീൻ്റെ കറണ്ട് ഇയറിലെ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ എടുത്തിട്ട് കമ്പനി സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. ദെൻ അതായത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്തേക്ക് ഈ എടുത്തിട്ടുള്ള പ്രോഫിറ്റിന്റെ ഒരു പോർഷന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദെൻ ഈ സിങ്കിങ് ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് മറ്റു കമ്പനീസിന്റെ അതായത് അതർ കമ്പനീസിന്റെ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലോ ഷെയറോ ഡിബഞ്ചറോ ബോണ്ടോ പർച്ചേസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവിടെ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ സിങ്കിങ് ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും കമ്പനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ദെൻ ഇങ്ങനെ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് മുഖേന കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് എമൗണ്ടും ദെൻ സെക്കൻഡ് ഇയറിൽ വീണ്ടും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോഴാണ് കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഫൈൻഡ് ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടായി, ആ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ, അപ്പോൾ ഒരു ഇയർ എൻഡ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ എൻഡിങ് പ്രോസസ്സിലാണ് സിങ്കിങ് ഫണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇൻവെസ്റ്റ്മെന്റ് നടത്തി, ഇൻവെസ്റ്റ്മെന്റിന് ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ അതിന് ഇവിടെ ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്തു. ദെൻ സെക്കൻഡ് ഇയർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു പ്രോസസ്സ് ഇത് കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഇവിടെ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ സെക്കൻഡ് ഇയറിൽ വീണ്ടും എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. ഈ പ്രോഫിറ്റിന്റെ ഒരു ഭാഗവും പ്ലസ് ഇവിടെ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റും കൂടി വീണ്ടും സിങ്കിങ് ഫണ്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി ഈ പ്രോസസ്സ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഏത് വർഷം കഴിയുമ്പോഴാണോ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് ആ വർഷം വരെ ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഡിബഞ്ചർ റിഡീം ചെയ്യാനുള്ള ഫണ്ട് കണ്ടെത്താനുള്ള ഒരു വഴിയാണ് സിങ്കിങ് ഫണ്ട് ഉണ്ടാക്കിയിട്ട് അത് അതർ കമ്പനീസിന്റെ ഷെയറോ ഡിബഞ്ചറോ ബോണ്ടോ എന്ന് വേണ്ട സെക്യൂരിറ്റികളിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ഇതിലൂടെ പ്രോഫിറ്റിനും ലോസിനും സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ കമ്പനീന്റെ ഷെയറും ഡിബഞ്ചറിലും ഈ വില താഴോട്ട് പോകാനും മേലോട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. ഫ്ലക്ച്വേഷൻസ് ഏതു സമയവും സംഭവിക്കാം. അപ്പോൾ നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അതർവൈസ് ആണെങ്കിൽ കമ്പനിക്ക് ലോസും സംഭവിക്കാം. ഇൻ കേസ് ഇപ്പോൾ സപ്പോസ് ഒരു 5 lakh rupees ആണ് നമുക്ക് ഡിബഞ്ചർ റിഡീം ചെയ്യാൻ ഒരു 5 year കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 year കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 year കഴിയുമ്പോൾ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഫോളോ ചെയ്തത് കൊണ്ട് നമുക്കൊരു 5,30,000 rupees ലാസ്റ്റ് ഇയറിൽ ഏൺ ചെയ്യാൻ പറ്റി എന്ന് അസ്യൂം ചെയ്യാം. 5 lakh rupees ആണ് റിഡീം ചെയ്യാൻ വേണ്ടത്.
പക്ഷെ നമുക്ക് ഇങ്ങനെ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് കൊണ്ട് ഒരു 5,30,000 rupees ഒരു 5 years കൊണ്ടോ അല്ലെങ്കിൽ 4 years കൊണ്ടോ അതായത് റെഡീം ചെയ്യുന്ന പീരിയഡിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള എക്സസ് 30,000 rupees എന്ത് ചെയ്യുന്നു? ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഏതാ? എക്സസ് വന്നിട്ടുള്ള ഫണ്ട്. ക്ലിയർ? അത്രേ ഇതിനകത്ത് പഠിക്കേണ്ടതുള്ളൂ. അതായത് പ്രോഫിറ്റിന്റെ ഒരു പോർഷന് സിങ്കിങ് ഫണ്ട് ഉണ്ടാക്കുന്നു, അത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, അതിനകത്തുനിന്ന് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. ആ ലാസ്റ്റ് ഇയറിൽ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റും അടുത്ത വർഷം എൻഡിങ്ങിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റും കൂടി വീണ്ടും റീ ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയർ നടക്കുന്നു. വീണ്ടും അതിനകത്തുനിന്ന് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഇയറിലെ പ്രോഫിറ്റും ഈ സെക്കൻഡ് ഇയറിൽ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും സിങ്കിങ് ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നു, അത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. എപ്പോഴാണോ ഡിബഞ്ചർ റെഡീം ചെയ്യുന്ന പീരീഡ് അതുവരേക്കും ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് കമ്പനിക്ക് മേ ബി ഇതിന്റെ ഈ വാല്യൂല് ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്നത് കൊണ്ട് താഴ്ചയും മേഴ്ചയും ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതിന് എക്സസ് ഫണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ആ ഒരു ജേണൽ എൻട്രി മാത്രം ഇവിടെ ഓർത്ത് വെക്കുക. അതായത് എക്സസ് ഫണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ്. മറ്റുള്ളവരൊക്കെ ചെയ്യണം ശരിക്കും. അതായത് പ്രോഫിറ്റ് നിന്ന് ഫണ്ട് എടുക്കുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് നിന്ന് ഫണ്ട് എടുക്കുന്നു. ദെൻ അത് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ വോളിയം കൂടി ഈ ഫണ്ടിന്റെ വോളിയം കുറയും. ദെൻ അതിനകത്ത് നിന്ന് ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യും. അപ്പൊ ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. അപ്പൊ ആ ഇൻകം ആയിട്ട് കിട്ടുന്നതിനെ ട്രീറ്റ് ചെയ്യണം. വീണ്ടും അത് എന്ത് ചെയ്യണം? ഇവിടുത്തെ പ്രോഫിറ്റും കൂടി കൂട്ടിയിട്ട് വീണ്ടും സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ജേണൽ എൻട്രീസ് ഇങ്ങനെ റൈറ്റ് ചെയ്തുകൊണ്ട് അവസാന സമയം എൻഡിങ്ങിൽ ഇത് എന്ത് ചെയ്യും? സെയിൽ ചെയ്യും. അപ്പൊ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുകയാണ് ചെയ്യുക. അപ്പൊ ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷിനെ അല്ലെങ്കിൽ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു, ദെൻ ഇൻവെസ്റ്റ്മെന്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ അസറ്റിന്റെ വോളിയം അവിടെ കുറയാണ്. അതേ സമയത്ത് ഒരു ക്യാഷിന്റെ വോളിയം ലിക്വിഡ് ക്യാഷ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിൽ നടത്തുന്നത്. പക്ഷെ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സിലബസിൽ തിയറി പാർട്ട് മാത്രം അറിഞ്ഞിരുന്നാൽ മതി, പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഫോർത്ത് മെത്തേഡ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഫോർത്ത് വൺ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. നമുക്കറിയാം ഇൻഷുറൻസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്? ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് റിസ്ക്, അൺസർട്ടനിറ്റി ഇതുണ്ടാവുകയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലംസം മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആനുവൽ ഡ്രോയിങ്സിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സിങ്കിങ് ഫണ്ടിൽ എന്ന് പറയുന്നിടത്ത് എന്താണ്? ഔട്ട്സൈഡ് സെക്യൂരിറ്റിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. എന്നാൽ ഇൻഷുറൻസ് പോളിസിയോ? ഇൻഷുറൻസ് പോളിസി ഇതിന്റെ ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡാണ്. ഏതിന്റെ? സിങ്കിങ് ഫണ്ട് മെത്തേഡിന്റെ. ഇവിടെ ചെയ്യുന്നത് എന്താ? ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് പകരം ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു. ഇത് ഡിഫറൻസ് ആണ് പറയുന്നത്. അതായത് സിങ്കിങ് ഫണ്ട് മെത്തേഡില് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇയർ എൻഡിങ്ങിലാണ്. എന്തുകൊണ്ടാണ് ഇയർ എൻഡിങ് നടക്കുന്നത്? പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ എടുത്തിട്ടാ. പ്രോഫിറ്റ് എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇയർ എൻഡിങ്ങിലാണ്. അപ്പോൾ ഇയർ എൻഡിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്? സിങ്കിങ് ഫണ്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇൻഷുറൻസ് പോളിസി മെത്തേഡോ? എന്നാണോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസിന്റെ പോളിസി എടുക്കുന്നു. ഇത് സിങ്കിങ് ഫണ്ട് ഔട്ട്സൈഡ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഇൻഷുറൻസ് പോളിസി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോളിസി അഗ്രിമെന്റിന് നമ്മൾ സൈൻ ചെയ്യുകയാണ് നടക്കുന്നത് ഈ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ഇതിനകത്ത് നിന്ന് സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യും? ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യും. ഇവിടെയോ? ഇവിടെ പ്രോഫിറ്റ് ആണ് ജനറേറ്റ് ചെയ്യുക. എങ്ങനെയാ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്? അതായത് നമ്മൾ അടക്കുന്ന പ്രീമിയം എമൗണ്ടും നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടുന്ന ക്ലെയിം എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻ്റ് ആണ് ഇവിടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആ ബെനിഫിറ്റ് എമൗണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന റിഡംഷന്റെ ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്ത് യൂട്ടിലൈസ് ചെയ്യും.
അപ്പോൾ നമുക്ക് അൺസർട്ടനിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ ഓവറായിട്ട് റിസ്ക് ഉണ്ടാകുമെന്ന് കാണുമ്പോഴാണ് നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. അപ്പോൾ ആ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതോടുകൂടി എത്ര വർഷത്തേക്ക്, അതായത് ഇപ്പോൾ 5 ഇയർ കഴിയുമ്പോൾ, 25 ഇയേഴ്സ് കഴിയുമ്പോൾ, 30 ഇയേഴ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 10 ഇയേഴ്സ് കഴിയുമ്പോഴാണ് നമുക്ക് റെഡീം ചെയ്യേണ്ടതെങ്കിൽ അത്രയും പീരിയഡിലേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു. അപ്പോൾ ആ പോളിസി മുഖാന്തരം എന്ത് ചെയ്യുന്നു, പ്രീമിയം എമൗണ്ട് ഓരോ ഇയറിലും നമ്മൾ അടച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പ്രീമിയം എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ക്ലെയിം കിട്ടും ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന്. ആ ക്ലെയിം എമൗണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡിബഞ്ചർ റിഡീം ചെയ്തു പോകുന്നു. അതാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്നത്. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് സെക്യൂരിറ്റിയിൽ കൊണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് പ്രൊസീജിയർ ഇംപ്ലിമെന്റ് ചെയ്ത് പോവുക ചെയ്യും. ഇതാണ് ഈ രണ്ട് മെത്തേഡ്, തേർഡും ഫോർത്തും. അതിന് തിയറി പാർട്ട് മാത്രം ഒന്ന് അണ്ടർസ്റ്റുഡ് ചെയ്ത് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാറില്ല. കഴിഞ്ഞ വർഷം വരെ ഇതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും ഉണ്ടായിരുന്നു. ഈ വർഷം പ്രാക്ടിക്കൽ പാർട്ട് ഒഴിവാക്കിയിട്ടുണ്ട്, തിയറി പാർട്ട് മാത്രം. അതായത് ജസ്റ്റ് നമ്മൾ മെത്തേഡ് എന്താണെന്നും ആ മെത്തേഡ് എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതും എന്നുള്ളതൊന്ന് അണ്ടർസ്റ്റുഡ് ചെയ്ത് വെക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.